ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്ക് ഓഫ് ദി ടൗണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് രാധിക മേനോൻ ഹിയർ. ഹായ്, ദിസ് ഇസ് വികാസ് കാർത്തിക്. എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് ഇന്ന് ടോക്ക് ഓഫ് ദി ടൗണിൽ നമ്മോടൊപ്പം. ശില്പ ആൻഡ് ദേവ്, വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങളൊരു പൂരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ശില്പയെ സംബന്ധിച്ച് വലിയൊരു ബിൽഡപ്പ് കൊടുത്ത് ഇൻട്രോ പറയേണ്ട കാര്യം ഇവിടെ ഇല്ല, എല്ലാവർക്കും സുപരിചിതയാണ്. UBL മുമ്പ് ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് താമസിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് വീണ്ടും വന്ന് കയറുന്ന ഒരു ഫീൽ ഉണ്ടോ? സത്യം വന്ന് കയറുന്ന ഫീൽ ഉണ്ട്. അന്ന് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാരും ഞാൻ മിസ്സും ചെയ്യുന്നുണ്ട്. അത് രസമായിരുന്നു. ആൻഡ് ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1-2 years ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റിയതിൽ സന്തോഷം. എന്നെ ഇങ്ങോട്ട് വിളിച്ചു. സോ ഭയങ്കര സ്പെഷ്യലാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്കൊരു പതിവ് പോലെ പെർഫോമൻസിൽ തുടങ്ങാം. ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ചെണ്ടയുടെ കൂടെ പാടുന്നത്. ഒരുപാട് സന്തോഷം. എക്സൈറ്റഡ് ആണ് ശരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഏതാണ്? കരിങ്കാളിയല്ലേ? കരിങ്കാളിയല്ലേ, ഒരുപാട് ട്രെൻഡ് ആയിട്ടുള്ള പാട്ട്. ആവേശം സിനിമ. അതെ അതെ, നമുക്കൊരു കളി നോക്കാം അല്ലേ? ഓക്കെ. കരിങ്കാളിയല്ലേ, കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ്. കൊടുവാളെടുത്ത് ചുരയിൽ നീരാണ്. കരിങ്കാളിയല്ലേ, ഒരു വാഴണ പെണ്ണാണ്. കൊടുവാളെടുത്ത് തുടക്കം തന്നെ വൈബായി. ഈ പാട്ടിന്റെ കുറെ വേർഷൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ ചെണ്ടയുടെ വേർഷൻ നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പോ ആക്ച്വലി റിയലി ഗുഡ്. ഓ, താങ്ക് യു സോ മച്ച്. സൂപ്പർ. അപ്പൊ ശില്പയിലേക്ക് വരാം. ഡാൻസ് ആണോ ചെണ്ടയാണോ ആദ്യം തുടങ്ങിയത്? ഡാൻസ് ആണ് ആദ്യം തുടങ്ങിയത്. ഒരു 3-4 years ആകുമ്പോ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റിന്റെ പേരൻസ് മനസ്സിലാക്കി അങ്ങനെ ഡാൻസ് ക്ലാസ്സിന് അയക്കലായിരുന്നു. ഭരതനാട്യം വെച്ചാണ് തുടങ്ങിയത്. അപ്പൊ അതിപ്പോ തുടങ്ങിയിട്ട് എന്താ, ഞാൻ 26 ആയി ഇപ്പൊ. അപ്പൊ അത്രയും കൊല്ലമായിട്ട് ഡാൻസ്. ഗുരുക്കന്മാരെ കുറിച്ചൊന്ന് പറയാമോ? ആരുടെ അടുത്താണ് ആദ്യം പഠിച്ചത്? ആദ്യം പഠിച്ചത് കലാമണ്ഡലം സുജാത ടീച്ചറിന്റെ അടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ RLV അനിൽ മാഷിന്റെ അടുത്ത്. ഇവിടെ തന്നെയായിരുന്നു അതോ നാട്ടിൽ നിന്നാണോ? ഇവിടെ തന്നെയായിരുന്നു ഭരതനാട്യം പഠിച്ചത്. പിന്നെ നാട്ടിൽ നിന്നും ചില ഗുരുക്കൾ, കലാമണ്ഡലം കവിത ടീച്ചറിന്റെ ഒക്കെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡാൻസ് ഹസ് ബീൻ എ ജേർണി. അപ്പൊ ക്ലാസിക്കലിന് തുടങ്ങി, പിന്നെ കോളേജും സ്കൂളിലൊക്കെ ബോളിവുഡ്, കണ്ടംപററി, ഭാംഗ്ഡ, ഹിപ്പ് ഹോപ്പ്, അങ്ങനെ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് എപ്പോഴും കളിക്കുമ്പോ? ഓട്ടോമാറ്റിക്കലി എന്റെ ബോഡിക്ക് ക്ലാസിക്കലിനോടാണ് ഒരു ഇഷ്ടം കൂടുതൽ തോന്നുന്നത്. കൂടുതലും ഇൻക്ലൈൻ ടുവേർഡ്സ് ക്ലാസിക്കലാണ്. പിന്നെ ദൈവം ഡാൻസർ ആണ്. പിന്നെ നമ്മൾ ചേരേണ്ടത് ചേർന്നു അല്ലേ? അപ്പൊ ഒരുമിച്ച് കൂടുമ്പോ ഇങ്ങനെ സ്റ്റൈൽസ് മിക്സ് ആക്കിയൊക്കെ ട്രൈ ചെയ്യും. ആള് കണ്ടംപററി, ഹിപ്പ് ഹോപ്പ് ആളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള. ശരി. ഓ, ഗ്രേറ്റ്. അതെ, ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 12ാം വയസ്സിൽ തുടങ്ങിയതാ പഠിക്കാനായിട്ട്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുറെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം കറാമലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് രാവിലെ. സോ ഇറ്റ്സ് എ ഗുഡ് ജേർണി. അടിപൊളി. അപ്പൊ ശില്പയെ സംബന്ധിച്ച് രണ്ട് എക്സ്ട്രീമുള്ള പരിപാടിയാണ് ഈ ഡാൻസും ചെണ്ടയും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ലൈക്ക് രണ്ടിലും ആ താളം, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഋതത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഡാൻസറും കൂടി ആയതുകൊണ്ട് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് കുറെ ഒക്കെ നമുക്ക് ഇപ്പൊ ചേച്ചിക്കറിയില്ല, നമ്മൾ 8 ബീറ്റ് ഒരു താളം, അങ്ങനെ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും.
പിന്നെ നമ്മുടെ ഒരു ഹാൻഡ് ബോഡി കോർഡിനേഷന് വളരെ നല്ലതാണ് ചെണ്ട പഠിക്കുന്നത്. അല്ല, ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് അധികം ആരും കൈവയ്ക്കാത്തൊരു മേഖലയാണ്. മുമ്പ് അത്ര കോമൺ കോമൺ ആയിരുന്നു അല്ലെ? കുറെ പേര് കോമൺ ആണ്. ഇപ്പൊ കുറെ പേര് കൂടി വരുന്നുണ്ട്. ഇപ്പൊ ശിങ്കാരിമേള ആയാലും ഒരുപാട് ലേഡീസ് ഗ്രൂപ്പുകൾ. പക്ഷെ ആദ്യം മുതലേ അങ്ങനെ ഒരു സംഭവം ഞാൻ ആക്ച്വലി തുടങ്ങിയത് 2011-12 ആ സമയത്തായിരുന്നു അരങ്ങേറ്റം. ആ ടൈമിൽ നമ്മളായിരുന്നു GCC തന്നെ ഫസ്റ്റ് വനിതാ ശങ്കാരിമേളം ടീം ഉണ്ടായത്. അപ്പോഴാണ് ഫസ്റ്റ് ഷോ ഓർമ്മയുണ്ടോ? എവിടെയാ ചെയ്തത്? ആൻഡ് ഫുൾ നമ്മൾ റിങ്ക് ചുറ്റും നടന്നാണ് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും ഒരു റേഡിയസ് കവർ ചെയ്യുക, ഇത്രയും ആൾക്കാരെ മുമ്പിൽ പെർഫോം ചെയ്യുക. ആൾക്കാരും ആ ടൈമിൽ നമ്മൾ കൊട്ടുന്നത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. ആ ടീമിൽ ഏറ്റവും അന്ന് 7ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഈ ചെണ്ടയും ഞാനൊക്കെ ഓൾമോസ്റ്റ് ഒരേ പോലെയായിരുന്നു. പക്ഷെ ഈ ചെണ്ട എടുത്ത് പൊക്കാന്നുള്ളൊരു 10-15 കിലോ വെയിറ്റ്. ഫസ്റ്റിലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ഷോൾഡർ ആണെങ്കിലും കൈമ് ഫുൾ തഴമ്പും. ഇവിടെ ഇത് മുട്ടുമാണല്ലോ ബാലൻസ് ചെയ്തിരിക്കുക. അപ്പൊ അവിടെ ആകെ നീല കളറായിരുന്നു. അപ്പൊ ഫസ്റ്റ് പിന്നെ ഇതിങ്ങനെ ആടും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ചാലഞ്ച് ആയിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അത്. പക്ഷെ ഈ ചെണ്ടയിലേക്ക് ഫസ്റ്റ് അപ്പൊ ചെണ്ടയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ചെണ്ട പഠിച്ചാൽ കൊള്ളാം, കൊട്ടേ കൊള്ളാം. നമുക്കൊക്കെ ചെണ്ട കാണുമ്പോ 2 കൂട്ടുകൂട്ടാന്നല്ലാണ്ട് ഇത് പഠിക്കണം. ചെണ്ട ഞാൻ പഠിച്ചു തുടങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെ ടിവിയിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പെർഫോം ചെയ്തിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ കൊട്ടുന്നു, ഞാൻ പഠിക്കുന്നു ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതെങ്ങനെയോ എന്റെ അടുത്തേക്ക് എത്തി. ഒരു സമ്മർ വെക്കേഷനിൽ ഇങ്ങനെ എന്റെ പേരൻസിനെ വിളിച്ച് ചോദിക്കായിരുന്നു, ഞാൻ ഒരു ടീം തുടങ്ങുന്നുണ്ട്, അപ്പൊ ഇൻട്രസ്റ്റഡ് ആണോ? അപ്പൊ അങ്ങനെ ഞാൻ ചെന്നു. ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും ആ ടൈമിൽ ആലോചിച്ചിട്ടില്ല. പിന്നെ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നീ എന്തായാലും ചെയ്ത് നോക്ക്, ഇഷ്ടമാണെങ്കിൽ യു കണ്ടിന്യൂ, ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഡു എന്നുള്ള രീതിയിൽ അവരും ഭയങ്കര കൂളായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഒരു തൃശ്ശൂർക്കാരിയാണല്ലോ, അപ്പൊ പിന്നെ ബ്ലഡിലേ ഉണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെണ്ട. അച്ഛന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ആളും നല്ലോണം പുഷ് ചെയ്തു. അച്ഛനും ചെണ്ട വായിക്കും, അനിയനും ചെണ്ട. അപ്പൊ അങ്ങനെ അത് പഠിച്ചു, ചെയ്തു തുടങ്ങിയപ്പോ ഇഷ്ടമായി. പിന്നെ അതിപ്പോ എന്റെ ഒപ്പം തന്നെ ഉണ്ട്, കണ്ടിന്യൂ ആയി. ഇതില് ചെണ്ടയുടെ കുറെ ഇതുണ്ടല്ലോ, വേർഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ചെമ്പട, പാണ്ടി, പഞ്ചാരി, ശിങ്കാരിമേളം. ഇതില് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ്? ഇതില് ചെയ്യാൻ ഏറ്റവും കൂടുതൽ? ചെയ്യാൻ എല്ലാം ഇഷ്ടമാണ്. പഞ്ചാരി 5ാം കാലം പഠിച്ചിട്ടുണ്ട്, ചെമ്പട അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട്, ശിങ്കാരി ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ക്രൗഡിന് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരും നമ്മുടെ ഒപ്പം കയറി നിന്ന് ഡാൻസ് കളിക്കുന്നത് കൂടുതലും അതിന്റെ രസം വേറെ തന്നെയാണ്. അതും ഇപ്പൊ ഈ പൂരം പോലെയുള്ള പ്രോഗ്രാംസിൽ നമ്മൾ ലൈക്ക് ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് കൊട്ടുമ്പോ നമ്മുടെ അത്രയും അടുത്ത് ക്രൗഡ് ഉണ്ടായിട്ട് അവർ നമ്മളൊപ്പം ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ആ ഒരു എനർജി വേറെ ലെവലാണ്. അപ്പൊ അത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും. ആ ഓഡിയൻസ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിങ്കാരിയെ സംബന്ധിച്ച് ആസ്വദിക്കാൻ ഇത് അറിയുവാണെന്നില്ല. ആർക്കാണെങ്കിലും കുറച്ചൊരു ആസ്വാദനത്തിന്റെ പഞ്ചാരി ചെമ്പടയൊക്കെ ആൾക്കാർക്ക് അത്രയും നോളജ് ഉണ്ടെങ്കിലാണ് അവർ ആസ്വദിച്ച് കേൾക്കുള്ളൂ. പക്ഷെ ശിങ്കാരി ആകുമ്പോ അതിൽ കുറെ വേറെ വേരിയേഷൻസ് ഉണ്ട്, ട്യൂണുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യണോണ്ട് അവർക്കും അതിനോടാണ് അവർ കൂടുതൽ ഇഷ്ടം. ദൈവം എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ചെണ്ട ഒരു കോഇൻസിഡൻസ് ആയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ എൻഗേജ്മെന്റ് ഓൾമോസ്റ്റ് ഫിക്സ് ആയ സമയത്ത് ശില്പയുടെ അച്ഛനും ചെണ്ട പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ചെണ്ട പെർഫോം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, ശില്പി ഓൾസോ. അപ്പോഴായിരുന്നു ഞാൻ ഷൈജു മാഷിനെ കണ്ടത്. അപ്പോൾ എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി നീ പഠിക്കുന്നു. അപ്പം കംപ്ലീറ്റ്ലി കോഇൻസിഡന്റ് ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഷൈജു മാഷും അച്ഛനും പറഞ്ഞു, ദൈവം എന്തുകൊണ്ട് പഠിക്കുന്നില്ല, ദൈവം കൂടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയതാ. അപ്പൊ ശില്പനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്? അതെ, ശില്പനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അപ്പൊ ശില്പയുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു നിന്ന് പോയിട്ടുണ്ട്. കാരണം അത്രയും ലൈക്ക് ഞാൻ ഇതുവരെ ഇത്രയും ക്ലീൻ ആയിട്ടൊരു ഫീമെയിൽ ചെണ്ട വായിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ ഇരുന്ന ഒരു അട്രാക്ഷൻ ആയിട്ട് വന്നത്. ചെണ്ട പക്ഷെ അതൊരു അഭിമാനമാണല്ലോ അല്ലെ ശരിക്കും പറഞ്ഞ. അല്ല, അതും ദുബായിലും നാട്ടിലും കൂടിയല്ല. അതെ അതെ, ശരിക്കും എനിക്ക് തോന്നുന്നു നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിക്കില്ലെന്ന് എനിക്കറിയില്ല. ഐ ബിലീവ് ദാറ്റ്
ഇഫ് സംതിങ് ഇസ് മെന്റ് ഫോർ യു വിൽ കം ടു യു. അതിപ്പോ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ വന്നിരുന്നത്. പക്ഷെ ഇവിടെ ആവുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു കൺവീനിയൻസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയോ എന്നിലേക്ക് എത്തി. അതെ. സോ അത് ഞാൻ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അത് ശില്പേനെ ഇന്ത്യക്ക് പുറത്തും UAE പുറത്തും അറിയപ്പെടാൻ തുടങ്ങിയൊരു സംഭവമുണ്ട്. കല്യാണം എന്ന് പറഞ്ഞ സംഭവം വൈറൽ അത്രയ്ക്കധികം ഓൾറെഡി 12 years കൊട്ടിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ എന്തുകൊണ്ട് പോയി അങ്ങനെ വൈറലായി എന്ന് ചോദിച്ചാൽ UAE എല്ലാവരും അറിയായിരുന്നു പക്ഷെ ഈ സാധനം കയറി വൈറലായി. സത്യം അത് നമ്മള് പോലും അറിഞ്ഞില്ല. അത് ഞാൻ ദേവിന് ഒരു സർപ്രൈസ്. എന്റെ വീട്ടില് അച്ഛനമ്മയ്ക്കും അനിയനും മാത്രമേ ഇതിനെ പറ്റി അറിയണ്ടായിരുന്നുള്ളൂ. അത് ദേവിനെ അറിയിച്ചിരുന്നില്ല. സർപ്രൈസ് ആയിരുന്നു. ഞാൻ തന്നെ കൊട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. സാരി ഇതൊക്കെ ഗുരുവായൂരായിരുന്നു. കുട്ടി അങ്ങോട്ട് എത്തിയപ്പോ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നഞ്ചേട്ടന്റെ ടീമായിരുന്നു എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ചെണ്ട ഉണ്ട് അവിടെ, നീ തോന്നുകയാണെങ്കിൽ എടുത്തു കൊടുത്തു. എന്റെ ഐഡിയ അല്ലായിരുന്നു. ചിലവര് വിളിച്ച് പല രീതിയിലും കാണുമ്പോ ചിലര് പറഞ്ഞു ഇത് പ്ലാൻ ചെയ്തിട്ട് വൈറലാവാൻ വേണ്ടിട്ട്. പൊന്നഞ്ചേട്ടന്റെ ടീം ഞാൻ അവരുടെ ഒപ്പം കൊട്ടിയിട്ടുണ്ട്. 2017 കൂട്ടമ്പള്ളിയുടെ ശിവരാത്രി എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഭാഗമായിരുന്നു ഞാൻ. അപ്പൊ അതിൽ അവരെന്റെ ഒപ്പം കൊട്ടിയിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ കല്യാണം ക്ഷണിച്ചപ്പോ അവര് പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും പൊളിക്കണം, ഞങ്ങൾ എന്തായാലും കൊട്ടുന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ശരി, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്തായാലും കല്യാണത്തിന് വരണം, കൊട്ടലൊക്കെ ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞു വെച്ചതിനോട് അല്ല നീയും കൊട്ടണം, എന്തായാലും കൊട്ടണം. അവർക്കായിരുന്നു ആവേശം മൊത്തം. അവരുടെ നിനക്ക് ദേവിനെ സർപ്രൈസ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ തലയിലേക്ക് ആഗ്രഹം ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോ കൊട്ടണോ വേണ്ടേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ചെണ്ട അവര് കൊട്ടു തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ദേവിനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പോന്നു. അച്ഛനും കയറി കൊട്ടി. എനിക്ക് തോന്നുന്നു ആ ഒരു തീരെ പ്ലാൻഡ് അല്ലാത്തൊരു സംഭവം ഒരു വാട്സാപ്പ് വീഡിയോ ആണ് അത് ഇങ്ങനെ സ്പ്രെഡ് ആയത്. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്റെ ഫേസ് പോലും അതിൽ ക്ലിയർ അല്ല. ഇപ്പൊ വൈറൽ ആവാൻ വേണ്ടി ചെയ്ത സംഭവമാണെങ്കിൽ ക്ലിയർ അല്ല. അത് എന്തുകൊണ്ട് ഇത്രയും കൊല്ലം കൂട്ടിട്ട് എന്തുകൊണ്ട് ആ വീഡിയോ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു മൂമെന്റിൽ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ലല്ലോ. ഞാൻ അവിടെ എത്തിയപ്പോ ഞാൻ പൊന്നഞ്ചേട്ടന്റെ ടീമിനെ കണ്ടപ്പോ അപ്പൊ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ചിലപ്പം ശില്പ കൊട്ടുവന്നു. പക്ഷെ എന്നാലും ശില്പ എപ്പോഴും പറയാണ്ട് എനിക്ക് സഹായമൊക്കെ എടുത്തിട്ട് കൊട്ടാനൊരു ഒക്കെ ഞാനും വിചാരിച്ചു ചിലപ്പം കൊട്ടത്തൊന്നും ഉണ്ടാവില്ല. അല്ല ഈ കല്യാണ വേദിയിലേക്ക് വരുമ്പോഴാണോ അറിയുന്നത്? അല്ല, ശില്പ കേറി വന്നു. ആ സമയത്തൊന്നും ചെണ്ടയില്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പം ഡിഫിക്കൽട്ട് ആയിരിക്കും സാരിയൊക്കെ എടുത്തിട്ട്. കുറച്ചെങ്കിൽ നോക്കുമ്പോണ്ട് ശില്പ ചെണ്ട എടുത്തിട്ട് കൊട്ടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ സ്റ്റേജിലിരിക്കുക ആ സമയത്ത്. അപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കുക ദേവിന് പോയിക്കൂടെ, ജോയിൻ ചെയ്തൂടെ എന്ന്. ഞാൻ അങ്ങനെ പോവാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ കയറിയത്. അപ്പൊ പൊന്നച്ചേട്ടന്റെ ആളെ ചോദിച്ചു എന്താ വേണ്ടേ, താളം തരും. രസമായിരുന്നു. അച്ഛനും ദേവും ഞാൻ അതൊരു ഭയങ്കര ഫുൾഫില്ലിംഗ് മൂമെന്റ് ആയിരുന്നു. ശരിക്കും അപ്പോഴാണ് തോന്നിയത് യെസ് ഓക്കെ ദ വെഡിങ് ഇസ് ഹാപ്പനിങ് എന്നുള്ളൊരു ഫീലിംഗ്. ശരിക്കും ഒരു എനർജിയും എല്ലാവരുടെയും മുഖത്തൊരു ചിരിയായിരുന്നു അത് കഴിഞ്ഞപ്പോ. റിലേറ്റീവ്സ് ആണെങ്കിലും കൂടെ കൊട്ടാൻ വന്നവരും അതൊരു പെർഫോമൻസ് ആയിട്ടല്ല അവർ ചെയ്യുന്നത്. ലൈക്ക് ഒരു അനിയത്തി കുട്ടി കല്യാണം കഴിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ രണ്ടുപേരും കൂടി ഒരു പെർഫോമൻസ് ആവും സംഭവം.
പക്ഷെ ഇതിപ്പോ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഇത് അത്ര എന്താ പറയാ, ഇതല്ല 100%. എല്ലാരും കൂടി നിന്ന് കൊട്ടുമ്പോഴാണ് അതിന്റെ ശരിക്കും ഒരു ഫീലിംഗ് കിട്ടുന്നത്. ടീം സ്പിരിറ്റ് അല്ലേ? ടീം സ്പിരിറ്റ് മാത്രല്ല, ആ ഒരു വൈബ്രേഷൻ കിട്ടും നമുക്ക് എല്ലാ ചെണ്ടും കൂടി ആവുമ്പോ. അപ്പൊ അത് നമുക്ക് രണ്ടുപേരും ചെയ്യാൻ പറ്റും. അതെ അതെ ശരിക്കും. ഇത് നിങ്ങളിപ്പോ പ്ലേ ചെയ്തത് എന്ത് വേഷം, എന്താണ് സംഭവം? ഇത് ശിങ്കാരിമേളാണ്. ശിങ്കാരിമേളത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ചെയ്യുന്നത്. ഇപ്പൊ ചെണ്ടയില് നമ്മൾ പറയില്ല ഇടന്തല വലന്തല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും അതിന്റെ ഒക്കെ ഒരു വ്യത്യാസം? ഇടന്തല, ഇതാണ് വലന്തല. ബേസിക്കലി നമ്പർ ഓഫ് സ്കിന്നിന്റെ ലെയേഴ്സ് ഇതിൽ കൂടുതലായിരിക്കും. ഇതിലിപ്പോ ഐ തിങ്ക് 2 or 3 അങ്ങനെയാണ്. ഇതില് ക്ലോസ് ടു 7 layers. അതായത് കുറച്ചുകൂടി ഹാർഡ് ആണോ? അപ്പൊ ബേസിന്റെ സൗണ്ട് ലോ ഇതില്ല, ഡും ഡും. ശരി ശരി. അപ്പൊ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കൊട്ടുന്നത് ഇടന്തലക്കാരാണ്, ഇടന്തലയാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ബാക്കിലാണ് ശക്തി ഇരിക്കുന്നത്. അല്ല, ഇതല്ലാണ്ട് ഒരു ട്യൂൺ ചെണ്ട ഉണ്ടാവും, പല ട്യൂണിലുള്ള ചെണ്ട ഉണ്ടാവും. അതിപ്പോ ഇങ്ങനെ അഡ്വാൻസ് ആയി. അത് ഏതൊക്കെ ടൈപ്പ് ഒന്ന് പറയാൻ പറ്റുമോ? ചെണ്ടകൾ എത്ര വിധമാണ്? ഇത് മെയിൻലി ഇടന്തലയും വലന്തലയാണ്, പിന്നെ ഏഴത്താളാണ് ഉണ്ടാവുക. ഇതിപ്പോ നമ്മള് റീസെന്റ് നമ്മള് ട്യൂണിന്റെ ചെണ്ടയും കൂടിയും കുറച്ച് ഇത് ബേസിലില്ല, പക്ഷെ വേറെ വേറെ ഒരു ട്യൂണായിരിക്കും. നമ്മള് സ്വരങ്ങളൊക്കെ പറയുന്ന പോലെയാണോ? അപ്പൊ അത് ചിലപ്പോ അതും ബേസാണ്, പക്ഷെ ഒരു വേറെ വേരിയേഷനാ വരെ. സോ നമ്മളൊരു സോങ് അല്ലെങ്കിൽ ഒരു താളൊക്കെ എടുക്കുമ്പോ അതിന് ഇത്രയും കൂടിയും സ്കോപ്പ് ഉണ്ട് കേൾക്കുന്ന ഓഡിയൻസിന് കുറച്ചൊരു വേരിയേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. അതായത് മ്യൂസിക്കിലൊരു താളം എടുക്കുകയാണെങ്കിൽ ഒരു അപ്പർ ബീറ്റ് ഉണ്ടാവും, മിഡിൽ ബീറ്റ് ഉണ്ടാവും, ലോവർ ബീറ്റ് ഉണ്ടാവും. ഇത് മൂന്നും വരുമ്പോഴാണ് മ്യൂസിക് ആവും. അപ്പം അങ്ങനെയാണ് ഇടന്തല വലന്തല ഒക്കെ പോകുന്നത്. ഫിൽ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചും കൂടി ഒരു രസം കിട്ടുന്നതാണ്. അതിപ്പോ നമ്മള് എന്തായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കൊറിയോഗ്രാഫി ചെയ്യുമ്പം ഒന്നിക്കൽ അപ്പർ ബീറ്റ്, മിഡിൽ ബീറ്റ്, ലോ ബീറ്റ് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് സെയിം കോൺസെപ്റ്റ് അല്ല. എല്ലാം സംഗീതത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ അല്ലെ? ഇതില് മറ്റേ കൊമ്പും വരുന്നുണ്ടല്ലോ, അത് വരുന്നുണ്ട്. അത് നമ്മള് ക്ലാസിക്കലി ചെമ്പടിയും പഞ്ചാരി പാണ്ഡ്യൊക്കെ ചെയ്യുമ്പോഴാണ് കുഴലൊക്കെ വരിക. ശിങ്കാരിയില് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പാണ്ടി സാധാരണ അമ്പലത്തിന്റെ പുറത്താണ് പ്ലേ ചെയ്യാറ്. അത് ആകെ അമ്പലത്തിന്റെ ഉള്ളില് കൊട്ടുന്ന ഒരു സംഭവം എലഞ്ഞിത്ര മേള. എലഞ്ഞിത്രയാണ് എല്ലാവരും പറയുന്നത്. എലഞ്ഞിത്ര മേളത്തിന് പോകണം. അതെ അതെ. എപ്പോഴെങ്കിലും നാട്ടിൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അതെ ശരിക്കും. ഇവിടെ ഭാഗ്യം ഇപ്പൊ കുറെ ഓർഗനൈസേഷൻസ് ഇപ്പൊ ചേച്ചി നേരത്തെ നമ്മൾ ഡിസ്കസ് അങ്ങനെ ഇവിടെ ഇത്രയും വലിയ ഷോസ് നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കാണാൻ. അതെ അതെ. ഞാൻ ശരിക്കും ശില്പയുടെ ഷോ നേരിട്ട് കാണുന്ന സദനം മേളോത്സവത്തിലാണ്. ഞാൻ ശില്പ എന്ന് പറഞ്ഞപ്പോഴേ വികാസിന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്കറിയാം ഇയാളെയാണ്. അത് നാട്ടിൽ നടത്തുന്ന ഓൾമോസ്റ്റ് അതേപോലെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം ആണെങ്കിലും. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ആയിട്ടും നമ്മൾ അത്രയും നാട്ടിനായിട്ട് ഇങ്ങനെ റൂട്ട്സ് ആയിട്ട് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാംസ് ആണ്. അതൊക്കെ നമ്മൾ ആസ് ആർട്ടിസ്റ്റ് വി റിയലി അപ്രീഷിയേറ്റ് ഓർഗനൈസ് ചെയ്യുന്നതും നമുക്ക് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റും. ശരിക്കും. അല്ല, ഞാൻ ആക്ച്വലി ദേവ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ശില്പനെ വിളിച്ച് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴാണ് അപ്പോഴാണ് രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചാൽ ഞാൻ അറിയില്ല. ഡാൻസറാണ്, പെർഫോമൻസ് കണ്ടംപററി. ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്. അപ്പം ഞാൻ ശ്യാമക് ദാവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ആദ്യം ഞാൻ ട്രെയിൻഡ് ആയത്. പിന്നെ ഇവിടെ കുറെ ഡീകാത്ലോൺ ക്രൂ എന്ന് പറഞ്ഞൊരു ക്രൂ ഉണ്ടായിരുന്നു. അപ്പൊ അവരായിരുന്നു പിന്നെ ട്രെയിൻ ചെയ്തത്. ഇമ്രാനാണ് എന്റെ ഗുരു. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജസ് പോയിട്ട് ഞാൻ റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോ ദയവായിട്ട് ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. വീഡിയോ ഇറങ്ങി പ്രേക്ഷകർക്ക്, ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ദേവിന്റെ ഒരു ഡാൻസ് വീഡിയോ. ഓക്കെ ഓക്കെ. ഒരു സെറ്റാണ് റെഡിയാണ്. അപ്പോൾ வேறெதுவும் தேவையில்லை, நீ மட்டும் போதும்.
கண்ணில் வைத்து காத்திருப்பேன் என்னவனாலும் உன்னெதிரில் நான் இருக்கும் ஒவ்வொரு நாளும் உச்சி முதல் பாதம் வரை வீசுது வாசம் தினமும் 1000 முறை பார்த்து முடித்தாலும் இன்னும் பாட்டிட சொல்லி பழுமனம் தாரமே தாரமே வா வாதில் வாசமே வாசமே நீ कहानी है एक बच्चे की जिसकी दुनिया हम सबसे अलग है, जिसकी तकलीफ लोग नहीं समझ पाते। ये उस बच्चे की कहानी है, मेरा बेटा आनंद। जीना 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 उड़ा गुलाल माई तेरी चुनरिया लहराए जीना 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 रे उड़ा गुलाल माई तेरी चुनरिया लहराए रंग तेरी रीत का रंग तेरी प्रीत का रंग तेरी जीत का है लाई 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 रंग तेरी रीत का रंग तेरी प्रीत का देखो मैडम, अपने बच्चे को संभाल के रखो। सब बच्चे इससे डरते हैं। इसको किसी अच्छे ऑटिज्म सेंटर में डाल दो, जहाँ उसके जैसे और भी बच्चे हैं। ठीक है ना? प्लीज हमारी जान छोड़ो, जाओ। एक दिन चमकूंगा लेकिन तेरा सितारा हूँ माई रे मुझसे ही रूठी मेरी परछाई माँ 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 मैंने तेरा सर है झुकाया माना तुझ पे तो मत लाई ഓ ഇതേതായിരുന്നു വേദി, ഇതിനെ കുറിച്ചൊന്ന് പറയൂ. ഇത് ജലക് തിക്ലാജ ഇന്ത്യയിൽ നടന്നത്. അതായത് ഇവിടെ ജലക് തിക്ലാജ കോമ്പറ്റീഷൻ വന്നു. അറൌണ്ട് 200-250 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. സോ അതിൽ ജയിക്കുന്ന ഒരാള് നാട്ടിൽ പോയിട്ട് UAE റെപ്രസെന്റ് ചെയ്യും. ജലക് തിക്ലാജ UAE. അപ്പൊ അത് ഇന്ത്യയിലത്തെ സ്റ്റേജ് ആയിരുന്നു. ഗ്രേറ്റ് പെർഫോമൻസ്, പറയാതിരിക്കാൻ വയ്യ. എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. താങ്ക് യു. എത്ര നാള് മുമ്പ്, മാരേജിനൊക്കെ മുമ്പല്ലേ? അതെ അതെ, ഇത് 2015 അല്ലെങ്കിൽ 16 ആ സമയത്ത്. അതിനു വേണ്ടിട്ട് ഞങ്ങൾ കുറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കുട്ടീനെ ഇൻസ്പയർ ആയിട്ടാണ് ആ ഒരു ലുക്ക് ലൈക് വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തിട്ടാണ് ആള് സോ ഐ ഹാഡ് ടു പുട്ട് അറൌണ്ട് 68 kilos അല്ലെ 68 to 70 kilos. നമ്മളിങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ വന്നപ്പം വി വർ സെർച്ചിങ് ഫോർ എ തീം, എന്ത് തീം ആയിരിക്കും ചെയ്യണത്. അപ്പോൾ ആയിരുന്നു നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കുട്ടിയുണ്ട്. So he was specially challenged and abled. സോ ആള് വന്നിട്ട് എൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു ചെയ്ത്. സോ അങ്ങനെയായിരുന്നു ആ കുട്ടീനെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു ഓക്കെ യു നോ വാട്ട് വിൽ ഡു വിത്ത് ദിസ്. അടിപൊളി. അങ്ങനെ ചെയ്തത്. ഓക്കെ, സ്റ്റീഫൻ ദേവസിയോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും ഒരു ഞാൻ ചെറുതാകുമ്പോ മുതൽ പണ്ട് അമൃത ടിവിയിൽ ആള് വരാറുണ്ട് ഒരു പ്രോഗ്രാമിന്. അപ്പം മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് സൂപ്പർ സിംഗർ പണ്ട്. അപ്പൊ അപ്പം മുതൽ ഇപ്പൊ വരെ ലൈക്ക് ആളുടെ കോൺസേർട്സ് അങ്ങനത്തെ കുറെ പെർഫോമൻസസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ദുബായില് കാർണിവൽ എന്ന് പറഞ്ഞ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ക്ലബ് അപ്പൊ നമ്മൾ എന്തായാലും അതിൽ ശിങ്കാരിമേളം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്യൂഷൻസും ഇപ്പൊ കുറെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളുടെ ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്യാൻ ഉള്ളൊരു ചാൻസ് ഞാൻ കയ്യിൽ കിട്ടി.
സോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. നമ്മൾ ഈ മൂവിയില് ജഗതിയും അതേപോലത്തെ ഒരു സീനായിരുന്നു. അവർ രണ്ടുപേരും, ഒരാള് വയലിനും ഒരാള് കീബോർഡും പ്ലേ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു അവർ തമ്മിൽ. അത് കണ്ടിട്ട് നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് ദർ വാസ് നോ മേജർ പ്രാക്ടീസ്. അത് അവിടെ പോയതിനു ശേഷം ആക്സിഡന്റലി അങ്ങനെ അല്ല, ഇറ്റ് വാസ് ദേർ. ഇങ്ങനെ ഉണ്ടാവും, നമുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിയായിരുന്നു. വി ജസ്റ്റ് ഗോട്ട് ടു മീറ്റ് ഹിം. അപ്പൊ ഹി ആസ്ക്ഡ് ഓക്കേ വാട്ട് സോങ്, ഓക്കേ ഫൈൻ. അപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ, അല്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ, അയ്യോ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനൊപ്പം പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല, വലിയൊരു ക്രൂ ഉണ്ടായിരുന്നു സ്റ്റേജ് കയറി അത് അങ്ങോട്ട് ഹിറ്റായി. ലൈക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആളും ഭയങ്കര ഹംബിളാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മളും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ആള് ചെയ്തത്. നമ്മളെ ഇടയ്ക്ക് നോക്കും, നമുക്ക് സിഗ്നൽ തരും. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിഗ്നലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മേളം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. ഹസ്ബൻഡ് ഇതുപോലെ വായിക്കും. അപ്പൊ എന്നിട്ടാണ് ഞാനത് മനസ്സിലാക്കി ഇതാണ് സംഭവം. പക്ഷെ എന്നാലും അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ പഞ്ചാരിയും ചെമ്പടയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു കാലത്തിലേക്ക് കയറി അല്ലെങ്കിൽ കലാശത്തിലേക്ക് പോകുമ്പോ നമ്മളിപ്പോ പൂരത്തില് തൃശ്ശൂർ പൂരത്തിൽ നോക്കിയാലും മിഡിലിൽ നിൽക്കുന്ന ലീഡ് ചെയ്യുന്ന ആൾ ഇങ്ങനെ ഒന്ന് കുമ്പിടും, പ്രമാണിക്കുന്ന ആള് ഇങ്ങനെ ഒന്ന് കുമ്പിടും. അപ്പൊ എല്ലാരും ഓക്കെ ആയി എന്നുള്ള രീതിയിൽ അത് അങ്ങനെ പോകും. ഒരു സിഗ്നലാണ്. അതിങ്ങനെ വിട്ടുപോയാൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? അത് വിട്ടുപോയി കഴിഞ്ഞാല് വിട്ടുപോകില്ല. അതിങ്ങനെ ഇപ്പൊ ഇടയിലത്തെ ആള് പ്രമാണി കുഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാരും സ്പ്രെഡ് ചെയ്യും ആയിട്ടോ എന്നുള്ള രീതിയിൽ അത് അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോർഡിനേഷൻ വേണം, നല്ലൊരു പ്രാക്ടീസും കാര്യങ്ങളും. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ പെരുവന കുട്ടന്മാരൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോ നമുക്ക് സാധാരണ ഒരു ഓഡിയൻസിന് മനസ്സിലാവില്ല. പക്ഷെ ഭയങ്കര രസമാണ് അവര് ചെയ്യുന്ന. ഭയങ്കര ഒരു നമ്മള് പറയില്ലേ രജനീകാന്തൊക്കെ സ്റ്റൈല്, ആ ഒരു രീതിയിലാണ് അവര് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ശൃംഗാരിയിൽ നമുക്ക് കുറെ വേറെ ഞാൻ പറഞ്ഞില്ലേ ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്, ബീറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു രസത്തിന് ഓരോന്നിനും ഓരോ സിഗ്നൽ ഇടും. ഇപ്പൊ അതിനിടയിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ, അത്രയും നോയ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സിഗ്നൽ ഇടും, ഓരോ ഇതുണ്ടാവും, ഒന്നെന്നോ രണ്ടെന്നോ അങ്ങനെ ഓരോ നമുക്ക് തോന്നുന്ന രീതിയിൽ ഓരോ ഇതിടും. അപ്പൊ കൈ പൊക്കുമ്പോ നമ്മുടെ കലാശത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ബീറ്റ് മാറും. നമുക്ക് അതിൻ്റെതായ എന്താ കോഡ് ലാംഗ്വേജ് നമ്മളൊരു കൊട്ട് മറിക്കുക ചെയ്യുന്ന ഒരു സമയത്തുമ്പോ അപ്പൊ അത് എല്ലാവരും ഒരേ സമയത്ത് അവെയർ ആയിരിക്കണം. ഈ സമയത്ത് കൊട്ട് മറിക്കാൻ പോവാണ്, അപ്പൊ അതിനാണ് ആ സിഗ്നൽ വരുന്നത്. നമുക്കിപ്പോ ആ സ്റ്റീഫൻ ദേവസി ആയിട്ടുള്ള പെർഫോമൻസ് ഒന്ന് കാണാം. ഇതൊക്കെ ഒരു ഗൂസ് ബംസ് മൂമെന്റ്സ് എന്ന് പറയാല്ലേ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഗുഡ് മെമ്മറീസ്. തീർച്ചയായും. നമുക്ക് എന്താ ഇപ്പൊ വെൻ യു ലുക്ക് ബാക്ക് ഏതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഫേവറേറ്റ് പെർഫോമൻസസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് വൺ ഓഫ് ദം. ദേവ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് എന്നാണ്? ഓർമ്മയുണ്ടോ? എപ്പോഴാണ് എന്ന് ഓർമ്മയുണ്ടോ? എന്നെ മീറ്റ് ചെയ്തതാണ്. 2018 നമ്മൾ ആക്ച്വലി ഒരു ഡാൻസ് കോമ്പറ്റീഷനിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം ശില്പ ഒരു വേറൊരു കോളേജിൽ, ഞാൻ വേറൊരു കോളേജിൽ, അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്തതാണ്. ഒരു കോമ്പറ്റീഷൻ വന്നിട്ട് മീറ്റ് ചെയ്തതാണ്. അത് ശരി. നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഒരു സ്പോട്ടിലൊരു പണി തരട്ടെ? ഞാൻ ചെണ്ട എന്ന് ലൈൻ വരുന്ന പാട്ടുകളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പൊ എ ട്രിബ്യൂട്ട് ടു കലഭവൻ മണിച്ചേട്ടൻ, ഒരു അദ്ദേഹത്തിന്റെ വാസന്തി ലക്ഷ്മി, പിന്നെ ഞാൻ അത് ചെണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെണ്ടപ്പാട്ട്. ഓക്കെ, ട്രൈ ചെയ്യാം. ഒരു ഓൺ ദ സ്പോട്ട് പണിയാണ് നമുക്ക്. പണിയാണ് എല്ലാ എപ്പിസോഡിൽ എന്തെങ്കിലും പണി തരാൻ സമാധാനം ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അതെ, എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പണി ഇപ്പോഴേ കിട്ടുന്നില്ല. ഓക്കെ, ട്രൈ ചെയ്യാം. സെറ്റ്. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കോലോട്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തളമുള്ള ചെണ്ട. കോലോട്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തളമുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. ചെണ്ട. താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന്. തിരിച്ചു പണി കൊടുക്കണ്ട്. തിരിച്ചു പണി കൊടുക്കണം. ലിറിക്സ് എഴുതിയിട്ട് അതിന് വായിക്കാൻ പക്ഷെ നന്നായിട്ട് എഴുതും. പണി മറക്കാണ്. ഇന്ന് പൊട്ടാണോ കഴിച്ചത്? അങ്ങനെ. അപ്പൊ അടുത്ത് ഒരു നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ളൊരു സംഭവം എന്താണ്? കലാശം. കലാശം. ആ മറ്റേത്. ഓക്കെ, ശരി. അടിപൊളി. സ്റ്റേജിൽ നിന്ന് പോയി നിന്ന് ശരിക്കും ആസ്വദിച്ചു തന്നെ. ശരിക്കും അതെ അതെ, നാട്ടിലും ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ അല്ലെ, പൂരപ്പറമ്പിലൊക്കെ കാണാം. അതെ അതെ അതെ. പക്ഷെ അതൊരു രസം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രൗഡിന്റെ ഒപ്പം ഇന്ററാക്ട്, അവർ നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. ആ ഒരു ഓഡിയൻസിന്റെ ഒരു ഇൻസ്പിറേഷൻ. ചില സ്റ്റേജ് ഇങ്ങനെ ഓഡിയൻസിന്റെ അടുത്ത് നല്ല ദൂരത്തിലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ തമ്മിലുള്ള ഒരു എൻജോയ്മെന്റ് ആണ്. പക്ഷെ അടുത്ത് കിട്ടുമ്പോഴാണ് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നത്. പീക്കായിട്ട് ഓഡിയൻസ് നമുക്ക് എനർജി തരുമ്പോഴാണ് നമുക്കും എനർജി കുറച്ചുകൂടെ കൊടുക്കണമെന്ന് തോന്നുന്നു. നിർത്താനൊന്നും സമ്മതിക്കില്ല. വീണ്ടും കൊണ്ടിട്ട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, സദനത്തിന്റെ സമയത്ത് വീണ്ടും വീണ്ടും ചെയ്യൂന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളത് എൻജോയ് ചെയ്യണ്ടായിരുന്നു. നമ്മൾ നടുവിലാണ് നിങ്ങൾ ഇങ്ങനെ ചുറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ശില്പിയെ സംബന്ധിച്ച് ഓഡിയൻസ് ആയിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്യാറുണ്ട് എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. ഈ ശിങ്കാരിമേളത്തിൽ കുറെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ, എക്സ്പീരിമെന്റ്സ് പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടല്ലോ.
ഇപ്പൊ കുറെ പാട്ടൊക്കെ ആയിട്ട് ഇപ്പൊ നിങ്ങള് കുറെ പാട്ടായിട്ട് ഇപ്പൊ ഫ്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വയലിനായിട്ട് അല്ലെങ്കിൽ കീബോർഡൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ കോവിഡ് ടൈമിലായിരുന്നു മുമ്പ് വൈറലായ വീഡിയോ ആയിരുന്നു ബാലന്റെ മോളല്ലടി എന്ന് പറഞ്ഞ പാട്ടിൽ വെച്ചിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറെ നല്ല സോങ്സ് നാട്ടിലത്തെ ടീം ആയിരുന്നു ഇത്. ഇവിടെ എത്തുന്നതിന് മുമ്പേ നാട്ടില് ഇങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെന്റ്സ് തുടങ്ങി. അപ്പൊ ഈവൻ മറ്റേ സ്ലോ സോങ്സ് ഒക്കെയാണ് ഈ ചെണ്ടയിട്ട് മിക്സ് ചെയ്ത് ഭയങ്കര രസമായിട്ട് കുറെ ടീമൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. മറ്റേ ഏതാ തമിഴ് സോങ് ഒക്കെ ആട്ടം എന്നൊക്കെ പറഞ്ഞ നാട്ടിലുള്ള ടീമൊക്കെ അടിപൊളിയായിട്ട് കുറെ സോങ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മളും നമ്മുടെ രീതിക്ക് എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം, എങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാം. പിന്നെ പടകാളി നേരത്തെ കണ്ട പോലെ അതൊക്കെ കുറെ ടീം ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴും അത് എത്ര പ്രാവശ്യം കൊട്ടിയാലും നമുക്ക് വീണ്ടും കൊട്ടാൻ തോന്നുന്ന ഒരു സംഭവമാണ് അതൊക്കെ. നിങ്ങൾക്ക് ഈ ചെണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ചെണ്ടയല്ലായിരുന്നു? ചെണ്ട കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഏതായിരുന്നു? ഞാൻ പണ്ട് കീബോർഡ് പഠിച്ചിട്ടുണ്ട്. അച്ഛനത് കേട്ടാൻ എന്തായാലും ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ട്. ട്രിനിറ്റിന്റെ എക്സാം ഒക്കെ കൊടുത്തിട്ട് നല്ല മാർക്കോട് കൂടി പാസ് ആയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കണ്ടായിരുന്നു, പിന്നെ ഞാൻ അത് നിർത്തി. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ചീത്ത പറയാം, അതൊക്കെ ഇപ്പൊ ചെയ്തായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ഹാഡ് വൺ മോർ ഇൻസ്ട്രുമെന്റിലെ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ചെണ്ട തന്നെയാണ് കൂടുതൽ എന്റെ എനിക്കൊരു കണക്ട് ആയ ഒരു സംഭവം. സോ എനിക്ക് ഒരിക്കലും നിർത്താനും പറ്റില്ല. അപ്പൊ ചെണ്ട തന്നെയാണ്. അതിന്റെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ട് രണ്ടുപേരും കൂടി, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മള് പണ്ട് മുതലേ സാധകം ചെയ്യാറുണ്ട് വീക്കെൻഡ്സില് അച്ഛന്റെ ഒപ്പം, അച്ഛനും കൂടിയിട്ട്. ഇപ്പൊ ദൈവമുണ്ട്, അപ്പൊ സൺഡേസ് ചെയ്യാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ പഞ്ചാരി ചെമ്പടയൊക്കെ വരുമ്പോ സാധകം കൂടുതൽ വേണമല്ലോ കൈവഴക്ക്. അപ്പൊ അങ്ങനെ നമ്മള് പണ്ട് ഫ്രൈഡേ സാറ്റർഡേ ലീവ് ഒക്കെ ഉണ്ടാവുമ്പോ 2 ദിവസം കല്ലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് ഈ കല്ലിൽ നമ്മള് പുള്ളിവടിയോ അതല്ലേ യൂസ് ചെയ്യുന്നത്? അതെന്തിനാ? ഞാൻ നോക്കുമ്പോ തന്നെ ഭയങ്കര തിക്കാണ്. ഈ സംഭവം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്തോ ഒരു പ്രാക്ടീസ് ഒക്കെയാണ്. അതൊക്കെ എങ്ങനെയാണ്? നമ്മള് തക്കിയിട്ടാണ് സാധകം ചെയ്യാം. അപ്പൊ തക്കിയിട്ട ഇതിപ്പോ ഭയങ്കര തിൻ കോലാണ്. പുളിന്റെ കോല് എന്ന് പറയുമ്പോ നമ്മുടെ കയ്യിൽ ചിലപ്പോ പിടിക്കാൻ പറ്റുന്ന അത്രയും വണ്ണം ഉണ്ടാവും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ വരിക. അപ്പൊ ആ സ്ട്രെയിൻ വന്ന് പിന്നെ നമ്മൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് പിന്നെയും സിമ്പിൾ ആവും. അപ്പൊ ഇത് കൈയിന് ആ ഒരു മൂവ്മെന്റും കൈയിന് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി അത് കല്ലിലാണ് ചെയ്യുന്നത്. നല്ല പെയിൻ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോ അതിന്റെ സുഖം ഉണ്ടാവും. അതെ ശരിക്കും. ദേവ് പിന്നെ ഇല്ലത്താളം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഞാൻ ചെണ്ട പഠിക്കാൻ തുടങ്ങിയപ്പം ആദ്യം ഇലത്താളായിരുന്നു. അതെ, ശരി. ആദ്യം ഇലത്താളത്തിന് തുടങ്ങിയത്. ഓ, അത് ഇനിയിപ്പോ 2 ചെണ്ടയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് അപ്പൊ ഇലത്താളത്തിന് തുടങ്ങി, പിന്നെ ചെണ്ടയിലേക്ക്, പിന്നെ വലന്തലേക്ക്. അതെ അല്ലെ? അപ്പൊ ഈ ശില്പനെ പരിചയപ്പെടുമ്പോ ഒരു വണ്ടർ വുമൺ അങ്ങനെ തോന്നിയിരുന്നു? ആ സമയത്ത് ഇല്ല, ആ സമയത്തൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. നമ്മള് കോളേജില് ഡാൻസ് കളിക്കണു 2 ടീം അത്ര തന്നെ. പിന്നെ നമ്മൾ ഒരുമിച്ച് കുറെ വീഡിയോസും ഇങ്ങനെ കൊറിയോഗ്രാഫീസ് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നമുക്കൊരു ഡാൻസ് ടീം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു ടീമിലായി. അങ്ങനെയായിരുന്നു ഫസ്റ്റിലായത്. ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. ടീം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ കൂടുതലും ഡാൻസ് സെന്റേർഡ് ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻസും എല്ലാം. ഇപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ? കുറെ കോമ്പറ്റീഷൻസും അവര് ചെയ്യാറുണ്ട്. പിന്നെ ദേവിന്റെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസിൽ കുറെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനും ഇവിടെ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ കുറെ കോമൺ സർക്കിൾസ് ഉണ്ട്. മനസ്സിലായി. സോ അങ്ങനെയായിരുന്നു കൂടുതലും. ചെണ്ട ആ ടൈമിൽ ഒരു ഡിസ്കഷൻ അങ്ങനെ ചെണ്ട ഒരു ഡിസ്കഷൻ ആയിട്ടേ വന്നിട്ടില്ല. അതറിയാം, എനിക്കറിയാം ശില്പ ചെണ്ട പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് തീരെ അല്ല ഞാൻ ആക്ച്വലി ഒരു ദിവസം ഞാന് ശില്പയുടെ അച്ഛനും ഷൈജു മാഷും ആയിരുന്നു എന്നോട് ആദ്യം ചോദിച്ചത് ദൈവം എന്തുകൊണ്ട് വരുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ടൈമിൽ ആളിടക്കിടക്ക് പരിപാടി കാണാൻ വരാറുണ്ട്. എന്തായാലും ഇതുവരെ വരുന്നുണ്ട്. അവ ടീമിന്റെ ഒരു ഭാഗമായി കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ആൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താ, ഇത് അങ്ങനെ ചെയ്താ. എപ്പോഴും ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ ഈ ബീറ്റ് ഒന്ന് പിടിച്ചോക്കെ, ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ എന്നോട് ഈ ബീറ്റ് ഒന്ന് പിടിച്ചോക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് കയറിയത്. അപ്പോ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
ഹായ്. അപ്പൊ ഈ ചെണ്ടയിലുള്ള കുറച്ച് ട്രിക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പെരട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഒരു ലോൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എനിക്കായാലും പണിയാണ്. അല്ല അത് അതിലേക്ക് വരാൻ ഇത് പെട്ടെന്ന് വന്ന പണിയാണല്ലോ. സ്പോട്ടിൽ ഇവിടെ വരുന്നവർക്ക് ബ്രേക്ക് ഉണ്ടായിട്ട് ഒരു അക്ഷരം കറക്റ്റ് ആക്ഷൻ ഞങ്ങൾ തന്നെ എക്സ്പ്രഷൻ മാറിപ്പോയി. അതല്ലൊരു വഴിയേ. പഞ്ചാരിയുടെ ഒരു ചെറിയ ബിറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ടാകും. അപ്പൊ എനിക്ക് തെറ്റ് വന്നാൽ ക്ഷമിക്കണം. അങ്ങനെയാണ് സംഭവങ്ങള്. അപ്പൊ രാധിക ഓക്കെയാണോ? അടുത്ത പണി ഭയങ്കര കൂളായിട്ടാ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്രേക്ക് എന്ന് പറഞ്ഞത് ഇത് നോട്ട് നമ്മൾ അറിയുന്നില്ല അല്ല അങ്ങനെയാണല്ലോ പണി തരുന്നത് അല്ലേ. അപ്പൊ AR റഹ്മാന്റെ ഒരു സംഭവം. ഓക്കെ ഓക്കെ, സൗണ്ട് ഇല്ല പക്ഷെ ട്രൈ ചെയ്യാം. മുൻകൂർ ജാമ്യം എടുത്തത്. അപ്പൊ രംഗീല എന്ന് പറഞ്ഞ സിനിമയിലെ ഹെയർ. हीरा माए क्या हुआ, क्यों ऐसे हमें सताने लगे, इतनी प्यारी हो सामने हम काबों में कैसे रहे, ത്രോട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്, എന്നാലും ഗംഭീരാക്കി സംഭവം. അതറിഞ്ഞിട്ടും പണി കൊടുത്തു. അത് അറിഞ്ഞിട്ടും പണി തരാം. അതാണ് So must go on എന്നാണ് അല്ല, പരിപാടി ശരിക്കും പറയാറ്. ഞങ്ങള് 3 പേരും ഡേഞ്ചറസ് സോണിലാണ് ഇരിക്കുന്നത്, സേഫ് സോണിലാണ് ഇരിക്കുന്നത്. അത് അതെ. തൽക്കാലം ഈ എപ്പിസോഡിൽ കഷ്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പുറത്തു വന്നതായിരിക്കും. അടിപൊളി. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഉള്ള പെർഫോമൻസ് തായമ്പക പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇനിയും നമ്മള് പഠിച്ചു തുടങ്ങിയിട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാണ്. ഇനിയും കൊറേ പഠിക്കാൻ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോ പഠിക്കാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഉറപ്പായിട്ടും എന്തെങ്കിലും കൂടുതൽ തീർച്ചയായും. അതെ അതെ ഉറപ്പായും. അപ്പൊ പലതരത്തിൽ ഈ ചെണ്ടയെ കുറിച്ചുള്ള പല എല്ലാവരും ആസ്വദിക്കുന്നെങ്കിലും അറിവുകൾ, ഇങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള അറിവുകൾ കുറവാണ് സംഭവങ്ങൾക്ക്. അപ്പൊ ഈ എന്താ പറയാ, സെയിം ടോണിലുള്ള ചെണ്ട തന്നെയാണോ ഈ ചിങ്കാരിമേളത്തിനായാലും ഇതിനായാലും ഉപയോഗിക്കുന്ന വേരിയേഷൻസ് ഉണ്ട്? വെലിക്കണയിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതിപ്പോ വാങ്ങിക്കുമ്പോഴും അവര് ശിങ്കാരിയുടെ കുറച്ച് വേറെ ടൈപ്പ് ആയിരിക്കും. സൗണ്ടിന്റെ ഒരു ഇതും മേളത്തിന്റെ കുറച്ച് വേറെ രീതിക്കായിരിക്കും. അത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് പോയി വാങ്ങിക്കുമ്പോൾ
ആൻഡ് ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം. എനിക്ക് അതിനെ പറ്റിയിട്ട് കുറെ അറിവില്ല. ഇത് ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്? ഇത് നാട്ടിലേ കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ബട്ട് നാട്ടിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ആരെങ്കിലും കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങൾ തോന്നുന്നു അല്ലേ? അത് അതിനൊരു സീസൺ ഉണ്ട്, അത് ഉണക്കി കിട്ടണം കറക്റ്റ് രീതിക്ക്. പിന്നെ ഇത് ഇവിടെ നമ്മൾ ടൈറ്റ് ആക്കും, സ്കിന്ന് ലൂസ് ആകുമ്പോ പിന്നെ ഇവിടുന്ന് വലിച്ചു. ഇവിടെ അതിനൊക്കെയുള്ള പ്രത്യേക ഷോപ്പുകളൊക്കെ ഇട്ട് തോന്നുന്നുണ്ടല്ലേ, അവിടെ കൊണ്ടുപോയി ചെയ്യിക്കണം ചിലർ പറയുന്നത് കേൾക്കാം. മെയിൻ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് ആളുടെ കൈ കിട്ടണം, അല്ലെങ്കിൽ സ്കിന്ന് ചിലപ്പോ ഡാമേജ് ആവും, പൊട്ടും. ശരി. അത് കറക്റ്റ് പശുവിന്റെ തോലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ആസ്വാദനത്തിന്റെ നിലവാരത്തെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഇപ്പൊ പലതരത്തിലുള്ള ആസ്വാദകരുണ്ട്. ഒന്നെല്ലാതും അറിഞ്ഞിട്ട് ഒരുപാട് അറിവുള്ള ആസ്വാദകരുണ്ട്. ചിലവരെന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെയൊക്കെ ആസ്വദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ അറിവൊന്നുമില്ല. എന്നാൽ വേറെ ചിലരുണ്ട്, അവർ ഭീകരന്മാരാ. അവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും കുറിച്ചൊരു അറിവുണ്ടാവില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുണ്ടെന്ന് കാണിക്കും വേണം. അങ്ങനെ ഒരിക്കൽ ഞങ്ങള് ഒരു പൂരത്തിനൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രമുഖ, ഞാൻ പേര് പറയുന്നില്ല, അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ആള് ഞങ്ങളെ വിളിച്ചിട്ട്, അപ്പൊ ആള് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ആളോട്, ഈ ചെണ്ട എവിടെ നിന്ന് മേടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ചെണ്ട ഗുരുവായൂരിന്ന് മേടിച്ചതാന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ അപ്പുറത്തൊരു ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആള് പറഞ്ഞ ഇടയ്ക്കെടുത്ത്, ഈ ചെണ്ട ഞാൻ തിരുവല്ലാമലയിൽ മേടിച്ചതാന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തൊരു മൃദംഗം ഇരിക്കുന്നുണ്ട്. ഈ ചെണ്ട ഞാൻ പാലക്കാട് നിന്ന് മേടിച്ചതാണ്. അങ്ങനെ സംബന്ധിച്ച എല്ലാതും ചെണ്ടകളാ. അങ്ങനെ കുറെ ആസ്വാദകർ അങ്ങനെ പറഞ്ഞു മാത്രം, ഞാൻ ആസ്വാദന നിലവാരങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് മാത്രം. അപ്പൊ അടുത്തൊരു സംഭവത്തിലേക്ക്, അടുത്ത പണി. അപ്പൊ ഇത് കലാശക്കൊട്ടാണ് നമ്മൾ അതെ അതെ, കല ഇങ്ങനെ പല വേഷം ഇതുണ്ടല്ലോ, കാലങ്ങളാണല്ലോ. അതിനെ കുറിച്ച് പഞ്ചാരി, ചെമ്പട, അതിനൊക്കെ ഒരു താളവട്ടമുണ്ട്. പഞ്ചാരി എന്ന് പറയുമ്പോ 6 ബീറ്റിന്റെ, ചെമ്പട എന്ന് പറയുമ്പോ 8 ബീറ്റിന്റെ, അങ്ങനെ ഒരു താളവട്ടം, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. നമ്മളിപ്പോ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുമ്പോ അതിനൊരു സ്ട്രക്ചർ ഇല്ല, അതേപോലെ തന്നെ. പക്ഷെ ശിങ്കാരി എന്ന് പറയുമ്പോ അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ശിങ്കാരി മേളത്തിൽ എങ്ങനെ സ്പീഡ് കൂടി കൂടി അങ്ങനത്തെ രണ്ടിലും കാലം കയറും. അതിപ്പോ നേരത്തെ ചില പാണ്ഡിമേളം, നമ്മളെ എളഞ്ഞിത്തരം മേളം കാണുമ്പോ നമ്മൾ കണ്ടിട്ടില്ല, അത് പീക്കിൽ ചെന്നാണ്. അത് കാലം രണ്ടിലും കയറും. പക്ഷെ അതിന്റെ സ്ട്രക്ചറിലാണ് സംഭവം. ലൈക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, അത് നമ്മൾ ശരിക്കും ഇരുന്ന് പഠിക്കണം മേളാവുമ്പോ. അതുകൊണ്ടാണ് നമ്മൾ അരങ്ങേറ്റം ചെയ്യാൻ ഇത്രയും കുറെ കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് അതിന്റെ അരങ്ങേറ്റം ചെയ്യുക. ശിങ്കാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു താളത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി, ഒരു റിതം ഉണ്ടെങ്കിൽ ആർക്കും ശിങ്കാരി മേളം മാസ്റ്റർ ചെയ്യാൻ പറ്റും, പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ. അപ്പൊ അതിന് നമുക്ക് സ്പേസ് ഉണ്ട്, എന്ത് എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ. ഇപ്പൊ ഞാനൊരു സോങ് കേട്ട് അതെനിക്ക് കൊട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബീറ്റ് ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ കൊട്ടി വെക്കാം. അപ്പൊ അതിൻ്റെതായ ഒരു രീതിക്ക് എനിക്ക് എന്റെ രീതിക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ക്ലാസിക്കൽ ഫോം ചെമ്പട, പഞ്ചാരി, പാണ്ഡ്യ, അങ്ങനെ അതിനൊക്കെ ഒരു രീതി ഉണ്ട്. അതിപ്പോ ഞാൻ തെറ്റി കൊട്ടി കഴിഞ്ഞ് അറിയണ ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിങ്ങനെയല്ല എന്നുള്ളത്. ശിങ്കാരി ഇപ്പൊ ഞാൻ പറയണത് എന്റെ ട്യൂൺ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്. അപ്പൊ അതിന്റേതായ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ എങ്ങനെ സോങ്സ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? അതായത് യാത്രയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ട് അങ്ങനെ ചെയ്യാണോ, അത് പെട്ടെന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇതൊന്നും എനിക്ക് ചെയ്ത് നോക്കണം, പിന്നെ ഞാൻ ത്രൂ ഔട്ട് ഇരുന്ന് അങ്ങനെ? ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോ ഷൈജു മാഷിന്റെ അടുത്ത് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ആള് പറയുന്ന രീതിക്ക് നമ്മൾ അത് പഠിച്ചു കൊട്ടലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ദേവിനൊപ്പം കൂടിയിട്ടാണ് അത് കൂടുതൽ ഈ ട്യൂൺ എക്സ്പെരിമെന്റ് ചെയ്യണ സംഭവം ചെയ്തു തുടങ്ങിയത്. ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, നീ ഈ ബീറ്റൊന്ന് പിടിച്ച. അപ്പൊ അങ്ങനെ കുറച്ച്, പിന്നെ അവിടുത്തെ ചേട്ടന്മാര് ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ നാട്ടിലാണെങ്കിലും കേട്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പുതിയ സോങ് കേട്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ എവിടെ ഇപ്പൊ വേറെ എന്തെങ്കിലും ട്യൂണ് കേട്ടാൽ പോലും ചിലപ്പോ അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും, ഇത് നമുക്ക് ചെണ്ടന്റെ രീതിക്ക് ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യും. അത് ഇന്ന ഒരു സംഭവം ആയിട്ടില്ല. ഷാറുഖ് ഖാൻ വന്നപ്പോ ചമ്മച്ചെല്ലോ ട്രൈ ചെയ്തിരുന്നു. നമ്മള് ഷാറുഖ് ഖാൻ ഇതേപോലെ ഡങ്കി മൂവിന്റെ പ്രൊമോഷൻ, ബുർജ് ഖലീഫയിലെ ട്രെയിലറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോ ചെണ്ട, നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാംസിൽ ഡോലല്ല കൂടുതലുണ്ടാവുക. ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെണ്ടയിൽ നമ്മള് കുറെ ഷാറുഖ് ഖാൻ സോങ്സ് എടുത്തിട്ട് ചമ്മക് ചെല്ലോ, ലുങ്കി ഡാൻസ്, അങ്ങനെയൊക്കെ അത് ചെണ്ടയില് വിത്ത് വയലിൻ ഫ്യൂഷൻ ചെയ്തായിരുന്നു. കീബോർഡ് ഉണ്ടായിരുന്നു,
പിന്നെ റിതം പാഡ് അങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മള് ജുഗൽബന്ദി പോലെ ആ സോങ്ങിന്റെ ഒരു മാഷപ്പ് ചെയ്തായിരുന്നു. ഷാറുഖ് ഖാൻ വന്നിരുന്നോ അന്നത്തെ? ഷാറുഖ് ഖാൻ നമ്മളെല്ലാരും മണ്ടടിച്ച് നോക്കി നിന്നു. അല്ല അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഷോ ചെയ്യാന്ന് വല്ലാത്തൊരു ഭാഗ്യം വേണം. അതും ആളും ബുർജ് ഖലീഫ ഫൗണ്ടന് മുമ്പിൽ നിൽക്കുക, അതൊക്കെ ഒരു ഭയങ്കര ഫീൽ ആയിരുന്നു. പിന്നെ ഫുൾ ആസ് യൂഷ്വൽ ഷാറുഖ് ഖാൻ എന്ന് പറയുമ്പോൾ UAE മൊത്തം അവിടെ ഉണ്ടാവില്ല, എല്ലാരും ഫാൻസ് ആയിട്ട്. നമുക്കിങ്ങനെ ദൂരെ കാണാൻ ആൾക്കാരെ എല്ലാരും നിൽക്കുന്നതും ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അതിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ മേളം കൂടിയും വരുന്നത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ബിൽഡ് ആവുന്നത് നമുക്ക് ശരിക്കും കാണാമായിരുന്നു. അല്ല ഇതിലൂടെയൊക്കെ നമ്മുടെ കൾച്ചറും കൂടി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഭയങ്കര വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ ചെണ്ട ഡ്രംസ് ഒക്കെ കുറെ പേർക്ക് അറിയാം. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോയി പറയുമ്പോഴാണെങ്കിലും ചെണ്ട എന്താന്ന് കുറെ പേർക്ക് അറിയില്ല.